ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്ന് മഷ്റൂം കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഒരു സവാള കൊത്തിയെറിഞ്ഞത്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, തക്കാളിക്ക, പിന്നെ അതുപോലെ മഷ്റൂം, പുതിനയില, ധനിയയില, അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനാവശ്യമായ എണ്ണ ചീനിച്ചട്ടിയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് നമ്മൾ സവാളയും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാവുന്നതാണ്. ഇത് നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം നമുക്ക് തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഈ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്കയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് മിക്സ് എടുത്ത് കുറച്ച് മിക്സ് മതി, കുറച്ച് മിക്സ് മാറ്റി വെച്ച് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഞാൻ തക്കാളിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ തക്കാളിക്ക് കൂടെ വെന്ത ശേഷം മാത്രമേ ഇതിനകത്ത് നിന്ന് പകുതി എടുത്ത് നമ്മൾ പേസ്റ്റ് ആവേണ്ട ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിനകത്തേക്കൂട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്കൂട്ട് നമ്മൾ മഷ്റൂം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മഷ്റൂമിൽ തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ട്. അപ്പം അത് നമുക്ക് മൂടി വെച്ച് അതിൻ്റെ വെള്ളം ഊറുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ ഊറി വരുന്നത് കാണാം. അപ്പോൾ അതിനേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മിൻറ്റ് ലീഫും അതുപോലെ തന്നെ നമ്മൾ മല്ലിയിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇനി മൂടി വെച്ച് വേവിക്കുക. അപ്പം ഞാനിത് കുറച്ച് ഈ പുതിനയും അതുപോലെ തന്നെ ധനിയൊക്കെ നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നന്നായിട്ട്, അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് നന്നായിട്ട് പോകുന്ന ഒരു സബ്ജി തന്നെയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തി വേണം. താങ്ക് യു, ബൈ.